വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP നടത്തുന്ന പാർലമെന്റ് മാർച്ച് ഇന്നും തുടരുകയാണ്. ആദ്യ ദിന മാർച്ചിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ അതിരൂക്ഷമായ ഒരു ഏറ്റുമുട്ടലിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. ജന്തർ മന്ദറിലെ പ്രതിഷേധം കേന്ദ്രം വിട്ടുപോകില്ലെന്നും മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നും ഇതിന്റെ നേതാക്കൾ അറിയിച്ചതോടെ അവരെ തല്ലിയോടിക്കാനുള്ള ശ്രമമാണ് പിന്നീട് കണ്ടത്. സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുന്നത് നരേന്ദ്രമോദിയുടെ ഒരു രീതിയായി മാറിയെന്നും അതിനാൽ പ്രധാനമന്ത്രി തന്നെ രാജിവെക്കണമെന്നും ആവശ്യമുയർന്നു കഴിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സൻസദ് ചലോ എന്ന മാർച്ച് അക്രമാസക്തമായ ഒരു രീതിയിലാണ് അവസാനിച്ചത്. പക്ഷേ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ലാത്തിച്ചാർജും പ്രയോഗിച്ചപ്പോൾ പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിയുന്നതും നമ്മൾ കണ്ടു. ഈ സംഘർഷങ്ങളിൽ 118ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുവെന്ന് ഡൽഹി പോലീസ് പറയുന്നു. അക്രമം തടയുന്നതിന്റെ ഭാഗമായി ജന്തർ മന്ദറിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വിരളമാണ്. ഇങ്ങനെ നടക്കുന്ന ഒരു സമരത്തെ നേരിടാൻ സർക്കാർ ഇത്രയധികം ഭയക്കുന്ന ഒരു അവസ്ഥ ഇത് നരേന്ദ്രമോദി സർക്കാരിന് 12 വർഷത്തെ ഭരണത്തിനിടെ വന്നിരിക്കുന്ന ആദ്യത്തെ സ്ഥിതിവിശേഷമാണ്. രാജ്യം ഇതുവരെ ചിന്തിച്ചതിലും എല്ലാം അപ്പുറത്താണ് CJPയുടെ സമരം. ദില്ലിയിൽ സമരം ശക്തമാക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധങ്ങൾ കേന്ദ്രത്തിലെ മോദി സർക്കാരിന് രാഷ്ട്രീയമായും ഭരണപരമായും വിവിധ തലങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നീറ്റ് അടക്കമുള്ള പരീക്ഷകളിലെ പരീക്ഷാ പേപ്പർ ചോർച്ച, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ മേഖലയിലെ അനിശ്ചിതത്വം എന്നിവ ഉയർത്തിക്കാട്ടിയാണ് അഭിജിത് ദീപികയുടെ നേതൃത്വത്തിൽ CJP പ്രക്ഷോഭം നയിക്കുന്നത്. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന യുവ വോട്ടർമാർക്കിടയിൽ മോദി സർക്കാരിനെതിരെയുള്ള അമർഷം 100 ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു സോഷ്യൽ മീഡിയ വഴി തുടങ്ങി ഒരു വലിയ പ്രസ്ഥാനമായി മാറി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടുകൂടി ഇത് വൻ ജനകീയ സമരമായി മാറിയിരിക്കുകയാണ്. ഇവിടെ സർക്കാർ തോൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് സമരം തുടങ്ങിയതെങ്കിലും സമരം നേരിട്ട രീതിയെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തന്നെ രാജി ആവശ്യം ഉന്നയിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കൂടുതൽ സമ്മർദ്ദം വന്നാൽ രാജിവെക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് നരേന്ദ്രമോദി ആവശ്യപ്പെടും. അതല്ലാതെ വേറെ വഴിയില്ല. ഇത് പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനെതിരെയുള്ള വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. ഈ സമരങ്ങളെല്ലാം നടക്കുന്നതും രാജി ആവശ്യം ഉന്നയിക്കുന്നതും പാർലമെന്റ് സമ്മേളനകാലത്ത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് കത്തിക്കാൻ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും വളരെ എളുപ്പമായി. മൺസൂൺ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഡൽഹിയിലെ ജന്തർ മന്ദറിലും പാർലമെന്റിലേക്കും നടന്ന മാർച്ച് ശ്രമങ്ങളിലും ഉണ്ടായ സംഘർഷങ്ങൾ സഭയ്ക്കുള്ളിലും പുറത്തും സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു. കേവലം ഒരു താൽക്കാലിക സമരത്തിനപ്പുറം യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സംഘടിത പ്രതിഷേധമായി ഇത് മാറുമ്പോൾ രാജ്യത്തെന്നും നരേന്ദ്രമോദിയെ പിന്തുണച്ചിരുന്ന വലിയൊരു സമൂഹം അവർക്കെതിരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേവല ഭൂരിപക്ഷമില്ലാതെ ഭരിക്കുന്ന BJPക്ക് ഭൂരിപക്ഷം തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു തുടക്കം കൂടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും.